ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കഥ ഇങ്ങനെയാണ്. നവിക്ക് കുഞ്ഞുണ്ടായ സന്തോഷത്തിൽ ദേവയാനി എല്ലാവർക്കും ലഡു ഒക്കെ കൊടുക്കുകയാണ്. അത് കണ്ടുകൊണ്ട് തന്നെ ജലജയ്ക്ക് അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിനക്കൊരു കൊച്ചുമോനുണ്ടായിട്ട് നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തേ? നീ ആ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോയ പോലും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, അത് തന്നെ, ശരിക്കും നീയല്ലേ ഇപ്പോൾ അവിടെ കാണേണ്ടതാ എന്ന് ചോദിക്കും. അന്നേരം ജലജ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ അവിടെ ആവശ്യത്തിലേറെ ആൾക്കാരുണ്ട്. ഞാൻ ചെന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, എങ്കിലും നിൻ്റെ കൊച്ചുമോനല്ലേ, നീയല്ലേ അവിടെ കാണേണ്ടത് എന്ന് ചോദിക്കും. അന്നേരം ജലജ ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന ഏട്ടത്തി നയന പ്രസവിക്കുകയാണ്, അവിടെ കാണുമോ? ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. ദേവയാനി ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കാണും. നയനയോടുള്ള എല്ലാ എതിർപ്പും മാറ്റിവെച്ച് അവൾ അവിടെ തന്നെ കാണും. കാരണം ഉണ്ടാകുന്നത് മരുമോളുടെ കുഞ്ഞ് മാത്രമല്ലല്ലോ, സ്വന്തം മകൻ്റെ കുഞ്ഞുകൂടിയാണ് എന്നുള്ള ബോധമൊക്കെ അവൾക്കുണ്ട് എന്ന് പറയും. അന്നേരം ജലജ പറയുന്നുണ്ട്, എനിക്കിവിടെ ദേഷ്യം വന്ന് നിൽക്കുക, എവിടെയെങ്ങാണ്ട് കിടന്നൊരു കൊച്ചിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലേ അച്ഛൻ എന്ന് ചോദിക്കും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, പണ്ട് നിനക്ക് തന്ന സംരക്ഷണം തന്നെയാണ് ഇന്നിപ്പം ഞങ്ങൾ ചന്തമോൾക്ക് കൊടുക്കുന്നത്. ആര് പറഞ്ഞാലും അവളെ വിട്ടുകളയാൻ ഒന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ മുത്തശ്ശൻ പറയാം, ഈ കുടുംബത്തിൽ ഒരു അവകാശമായി തന്നെ അവൾ വളരും. അതുകൊണ്ട് ആ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ഇപ്പോൾ മര്യാദയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നോക്കുക എന്ന് പറയുമ്പോൾ ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുവാണേ. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി അതിനെ വേദനിപ്പിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയും, പറ്റും, അച്ഛനും അമ്മയും തെറ്റെടുത്ത ഈ ജലജയ്ക്ക് പറ്റും, വേറെ ആർക്കും പറ്റില്ല എന്ന് പറയുമ്പോൾ അങ്ങ് സങ്കടമാകുന്നുണ്ട് മുത്തശ്ശിക്ക്. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു നവിയുടെ പ്രസവം കഴിഞ്ഞെന്നോർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. നേരം, എടി ഇത് സാധാരണ എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ലേ, നീ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ കൂട്ടുകാരി ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അന്നേരത്തേക്കും നയനെ പെട്ടെന്ന് വിളിക്കും. എന്നിട്ട് പ്രസവിച്ച കാര്യമൊക്കെ പറയും. രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമാണ്. ഇനി വിശദമായിട്ട് വൈകിട്ട് വിളിച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ഈ വിവരം കുറേ പേരെ കൂടി വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ് നയനെ ഫോൺ കട്ട് ചെയ്യുക കേട്ടോ. നയനെ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, എനിക്ക് ഒത്തിരി സന്തോഷമായി, ഇപ്പോഴൊരു ആശ്വാസമായത് എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് സന്തോഷമായി, പക്ഷേ എനിക്ക് ആകെ വിഷമമാണ്. നമ്മുടെ പുതിയ ട്രെയിനർ ഒരു കാലവാടനാണെന്നാണ് പറഞ്ഞത്. അയാൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രശ്നം ഉണ്ടാക്കും. അതോർത്തിട്ട് എനിക്ക് ആകെ ടെൻഷനാണ്. പിന്നെ നിനക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, ഈ ട്രെയിനിങ് ക്യാമ്പിലെ ബെസ്റ്റ് ട്രെയിനി അല്ലേ നീ, അതുകൊണ്ട് നിന്നെ അയാളൊന്നും പറയില്ല. ഞങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് എക്സസൈസും കഴിഞ്ഞ് ഗ്രൗണ്ടിന് ഒരു റൗണ്ട് ഓടിയിട്ട് ഞാൻ വരുമ്പോഴാണ് നീ എഴുന്നേൽക്കുന്നത്. അതൊക്കെ മാറ്റി വെച്ച് രാവിലെ തൊട്ട് എൻ്റെ കൂടെ അങ്ങ് എക്സസൈസിന് വരികയാണെങ്കിൽ നിൻ്റെ ഈ വിഷമമൊക്കെ മാറുമെന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അങ്ങേര് നമ്മളെ പെടുത്തിക്കളയും, ഫിറ്റല്ല എന്ന് പറഞ്ഞ് ട്രെയിനിങ് നീട്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കൂട്ടുകാരി. പിന്നെ കാണിക്കുന്നത് നയനയും കനകയാണ് കേട്ടോ. നയനയ്ക്ക് ആകെ ടെൻഷൻ, ചന്തുവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ, ചന്തുമോളുടെ കാര്യം ഓർക്കുമ്പോൾ അത് മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം കനക ചോദിക്കുന്നുണ്ട്, എന്താ മോളുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടോ? നവിക്കൊരു കുഞ്ഞുണ്ടായിട്ട് മോളുടെ മുഖത്ത് തെളിച്ച് ഒന്നും കാണുന്നില്ലല്ലോ, എന്താ വിഷമമുള്ള പോലെ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നും ഇല്ലമ്മേ, ഏതായാലും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ അവസാനിച്ചല്ലോ, ചേച്ചിക്കൊരു പ്രശ്നവുമില്ലാതെ കുട്ടി ഉണ്ടായല്ലോ, അതിൻ്റെ സന്തോഷം തന്നെ ഉള്ളൂ എന്നിങ്ങനെ പറയുവാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അബിയും ആദർശം കൂടെ വരുവാണേ. അവർ ലഡുവൊക്കെ മേടിച്ച് നേഴ്സുമാർക്കും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നയനയുടെ കയ്യിലോട്ടും ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ലഡുവേ. അന്നേരം നയന പറയും, വീട്ടിൽ ലഡു വിതരണമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് മുത്തശ്ശി വിളിച്ചായിരുന്നു, അവർക്കും ഭയങ്കര സന്തോഷമാണ് എന്നൊക്കെ പറയുമ്പോഴേക്കും കുഞ്ഞിനെയും കൊണ്ട് നേഴ്സ് ഇറങ്ങി വരും കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം ഭയങ്കര സന്തോഷമാണ് കനകയ്ക്കും അതുപോലെ തന്നെ നയനയ്ക്കും ഒക്കെ. അന്നേരം അബിയോട് കുഞ്ഞിനെ എടുക്കുന്നൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കും. അന്നേരത്തേക്കും അബി പറയും, ഈ കുഞ്ഞിനെ ഒന്നും എടുക്കുന്നൊന്നും ഇല്ലെന്ന്, എന്തായാലും നല്ലൊരു കുഞ്ഞു മോനാണ് കേട്ടോ. ഏതായാലും കണ്ടു കഴിയുമ്പോൾ ആദർശനും ഭയങ്കര സന്തോഷമൊക്കെയാണ്. അന്നേരം ആദർശ് ചോദിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അന്നേരം ഒരു കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴേക്കും വാർഡിലേക്ക് മാറ്റാമെന്ന് പറയും. എന്നിട്ട് അവരെ അകത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും കനക പറയുകയാണ്, നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെയാണ് ഈശ്വരൻ അബിക്ക് കൊടുത്തത്. അതിന് പ്രധാന കാരണം മോനാണ് കേട്ടോ. മോൻ അവസാന സമയങ്ങളിലാണെങ്കിൽ പോലും അവളോട് ഒരുപാട് സ്നേഹത്തോടു കൂടി പെരുമാറുകയൊക്കെ ചെയ്തില്ലേ, അതിൻ്റെ സമാധാനം അവൾക്കുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നയനയും പറയുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ക്രെഡിറ്റ് അബിക്കാണ്. അബി അതുപോലെ ചേച്ചിയെ സ്നേഹിച്ചു, അതിൻ്റെ സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടായതെന്ന് നയനയും പറയുന്നുണ്ട്. അന്നേരത്തേക്ക് അബിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. അത് ആ കേസ് അന്വേഷിക്കുന്ന SI ആട്ടോ. അത് അങ്ങേർക്ക് പൈസ കൊടുത്താണല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുന്നത്. അന്നേരം നമുക്കൊന്ന് കാണണമല്ലോ, നിങ്ങളുടെ മുത്തശ്ശൻ കേസ് സ്ട്രോങ് ആക്കണമെന്ന് പറഞ്ഞ് മോളിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു.
അന്നേരം അതിൻ്റേതായ രീതിയിലൊക്കെ എന്നെ കാണണം എന്നിങ്ങനെ പറയാം. നേരത്തേക്ക് പറയും ഉറപ്പായിട്ടും സാറിനെ വന്ന് കാണാം ഞാൻ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അഭി ആദർശനോടായിട്ട് പറയുകയാണ്, ആദർശേട്ട ഒന്നങ്ങ് വരാമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ്. എന്നിട്ട് മാറി നിന്നിട്ട് ആദർശേട്ട എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുഖവരി ഇടുമ്പോൾ ആദർശ് ചോദിക്കും, എങ്ങനെയല്ലല്ലോടാ ഇതിനു മുമ്പ് പറഞ്ഞാൽ വേണ്ട ആവശ്യങ്ങൾക്കെല്ലാം നീ എന്നോട് പറയാറുണ്ട്, ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ പറയാറുണ്ട്, ഇപ്പോൾ അതൊരു തടസ്സം എന്ന് ചോദിക്കുക. അന്നേരം നിനക്ക് പൈസയുടെ ആവശ്യത്തിനാണോ ഈ കിടന്ന് ഉരുളുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങളൊക്കെ അറിയാമല്ലോ, ഹോസ്പിറ്റലിൽ ചിലവ് വലിയൊരു ചിലവായിരിക്കും, അതുപോലെ വലിയ ആവശ്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലെ കാര്യോർത്ത് നീ ടെൻഷൻ ആകണ്ട, ആ ചിലവൊക്കെ ഞാൻ നോക്കിക്കോളാം, പിന്നെ നിൻ്റെ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പൈസ വേണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ ഞാനങ്ങ് ട്രാൻസ്ഫർ ചെയ്തേക്കാം, പിന്നെ നിൻ്റെ ജോലിയുടെ കാര്യമല്ലേ, അങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതിലും നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം, ഞാൻ മുത്തശ്ശനോട് സംസാരിക്കുക എന്നൊക്കെ പറയുവാണ്. അന്നേരം ഇവരങ്ങ് മാറി നിൽക്കുമ്പോഴേക്കും ഒരു സംശയം കനകയ്ക്ക്, എന്താ അഭി അങ്ങനെ ആദർശനെ വിളിച്ചുകൊണ്ട് പോയത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നയനയോട് ചോദിക്കുക. അപ്പോൾ ആ നയന പറയും, ഇല്ലെന്നേ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ആ ജോലിയുടെ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കാണാമെന്ന് പറഞ്ഞില്ലായിരുന്നോ, അപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞ് കനകനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നയന. അപ്പോഴേക്കും ആദർശ് തിരിച്ചു വരുവേ, എന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ കനക ആദർശനോട്. ഇത് തന്നെ അന്നേരം ആദർശ് പറയും, ഇനിയിപ്പോൾ ഒരു എംപ്ലോയി മാത്രമല്ല, ഇനിയിപ്പോൾ കുഞ്ഞുണ്ടായ സ്ഥിതിക്ക് അവന് ചിലവുകളൊക്കെ വരുന്നല്ലോ, അപ്പോൾ അവനൊരു പ്രൊമോഷൻ കൊടുക്കണം, അതിനെപ്പറ്റിയാണ് പറഞ്ഞത് എന്ന് പറയും. അന്നേരം കനക പറയുന്നുണ്ട്, എന്ത് പ്രൊമോഷൻ കൊടുത്താലും മേൽനോട്ടം മോൻ തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാകില്ല എന്ന് പറയുമ്പോൾ എല്ലാം കൂടെ എന്നെ കൊണ്ട് പറ്റില്ല അമ്മേ, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടുന്ന് പോകുന്നു. പിന്നീട് അഭിയാണ് കാണിക്കുന്നത്. അഭി ആ പോലീസുകാരനെ കാണുകയാണ്. അങ്ങേരുടെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു, അഭി ഈ കേസ് മറയ്ക്കാൻ വേണ്ടി. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, ഇത് പോരാ, എൻ്റെ പെരമണി നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് കുറച്ച് പൈസ കൂടി വേണ്ടി വരുമെന്ന് പറയുമ്പോൾ, ആ പെരമണി നടക്കട്ടെ, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇനി പൈസ ഇട്ട് തരാൻ, എൻ്റെ ഏട്ടനാണ് ആദർശ്, അറിയാമല്ലോ, അങ്ങേരോട് പറഞ്ഞ പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണിപ്പോൾ, ഞാനില്ലാതെ അങ്ങേർക്ക് നിലനിൽപ്പില്ല, അതുകൊണ്ട് തന്നെ ഇനി ഞാൻ എത്ര രൂപ ചോദിച്ചാലും എന്നെ പൈസ തന്ന് സഹായിക്കാതിരിക്കാൻ പറ്റില്ല ഏട്ടന്, അതുകൊണ്ട് ഇനി നല്ല രീതിയിൽ എനിക്ക് മാറ്റങ്ങളുണ്ടാകും, എന്നെ കുറേ ബ്രാഞ്ചുകളൊക്കെ ഏൽപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ സാറിന് അതിൻ്റെ ഗുണം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ, അപ്പോൾ നല്ല രീതിയിൽ തിരുമറ നടക്കില്ലേ ബ്രാഞ്ചുകൾ ഏൽപ്പിച്ചു കഴിയുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ നടക്കുമെന്നോ, എൻ്റെ ഇഷ്ടത്തിനായിരിക്കും ഞാൻ ആ ബ്രാഞ്ച് കൊണ്ട് നടക്കുന്നത്, അത് എങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും, അതുകൊണ്ട് തന്നെ സാറിന് നല്ല ഗുണം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം എന്നൊക്കെ അഭി ആ SIയോട് പറയുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയും മുത്തശ്ശനും ആദർശോട് ഇരുന്ന് സംസാരിക്കുകയാണ്. അഭിയുടെ സ്വഭാവം നന്നായി, അതുകൊണ്ട് അഭിക്ക് എംപ്ലോയി എന്ന നിലയിൽ നിന്നുള്ളൊരു പ്രൊമോഷൻ കൊടുക്കുകയാണ്, ഓരോ ബ്രാഞ്ച് അഭി ഏൽപ്പിക്കുകയാണ്, അഭി ഇനി അതൊക്കെ നോക്കി നടത്തട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അത് ആദർശിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ മുത്തശ്ശൻ പറയുന്നുണ്ട്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതൊക്കെ അങ്ങനെ നടക്കും, പക്ഷേ ചന്തുമോൾ എൻ്റെ മകളല്ല എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ഒരു ബാധ്യതയാണ്, കാരണം എൻ്റെ കൈകളിൽ കറ പുരണ്ടിട്ടില്ല എന്ന് തെളിയിക്കേണ്ട മുത്തശ്ശ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ്, ഏതായാലും അത് തെളിഞ്ഞാലും ഇല്ലെങ്കിലും ചന്തുമോളെ നമ്മൾ ഇവിടുന്ന് വിട്ടുകളയാൻ പോകുന്നൊന്നുമില്ല, അവൾ ഇവിടുത്തെ ഒരു കുട്ടിയായി തന്നെ വളരും, അതുകൊണ്ട് ഉടനെയൊന്നും ആ ഒരു രീതിയിൽ അന്വേഷണമൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശ അതെങ്ങനെയാണ് ശരിയാകുന്നത്, എല്ലാ കാര്യങ്ങളും ശരിയാണ്, ചന്തമുള്ളൊരു നല്ല കുട്ടിയാണ്, തലമുറയ്ക്കുള്ള സമ്പത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ചന്തമോൾ നമ്മുടെ കൂടെ ജീവിച്ചു എന്ന് കരുതി നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല, പക്ഷേ എൻ്റെ മകളല്ല ചന്തു എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ബാധ്യതയല്ലേ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ തെളിയിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുവാണ്, ഇതിപ്പോൾ തെളിയിച്ചാലും ഇല്ലെങ്കിലും നയനയും ദേവയാനും ഒക്കെ മോളുമായിട്ട് ഒരുപാടങ്ങ് അടുത്തു, ഇനിയിപ്പം DNA ടെസ്റ്റോ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ നിൻ്റെ കുഞ്ഞല്ല എന്ന് തന്നെ തെളിയും, പിന്നെ വേറൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് പതിയെ മതി എന്നിങ്ങനെ പറയുക. അപ്പോഴേക്കും ഇങ്ങനെ അഭി പറയുക, അല്ല അവർ പറഞ്ഞത് മുത്തശ്ശൻ്റെ കൊച്ചുമോളാണ് ചന്തുമോള് എന്നല്ലേ ഇങ്ങനെ പറഞ്ഞത്, അപ്പോൾ പിന്നെ അതിനകത്ത് എന്തെങ്കിലും സത്യം കാണില്ലേ എന്ന് ചോദിക്കുക. അന്നേരം മുത്തശ്ശൻ പറയാണ്, അവർ മരണത്തിന് മുമ്പ് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ മോളെ ഒരു സുരക്ഷിതമായ കൈകളിൽ എത്തിക്കാൻ വേണ്ടി നുണ പറഞ്ഞതാണോ എന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഉടനെ അന്വേഷണമൊന്നും വേണ്ട എന്ന് പറയുന്നു. അത് അഭിക്ക് അവിടെ വളം ചെയ്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഒരു കുടുംബത്തിൻ്റെ കാരണവർ ആ കുടുംബത്തിൽ ഒരു കുട്ടിയുടെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അത് തെളിയിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ സംരക്ഷിക്കും.
ഇത് ചുമ്മാ എഴുതി വെക്കുന്ന ആളിൻ്റെ മനസ്ഥിതി അനുസരിച്ചായിരിക്കുമല്ലോ കഥ പോകുന്നത്, അതുകൊണ്ടാവാം. ഏതായാലും ഇതിൻ്റെ പേരിൽ അബിക്ക് ലോട്ടറി അടിക്കുകയാണ്. അവന് 2ഓ 3ഓ ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നു. അന്നേരം അബി മനസ്സിൽ ഓർക്കുകയാണ്, 1ഉം 2ഉം ബ്രാഞ്ചൊന്നുമല്ല, ഈ പോക്ക് പോവുകയാണെങ്കിൽ സൗത്ത് സോൺ അല്ലെങ്കിൽ നോർത്ത് സോൺ മൊത്തം എൻ്റെ കീഴിലാക്കാൻ എനിക്കറിയാം എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിലും നല്ല കഥയായിട്ട് നമുക്ക് നാളെ കാണാം. നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.